ഇതാ വാഴയിലെ കുറിച്ച് പറഞ്ഞാൽ നമുക്കിനി ഓണസദ്യയെ കുറിച്ച് കൂടി പറയണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവം എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ ഉണ്ടാക്കുന്ന കാളനും പുളിയിഞ്ചിയുമാണ് ഏറ്റവും ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ളത്. പായസത്തെക്കാളൊക്കെ കൂടുതൽ എനിക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എന്താണ് ഇഷ്ടമുള്ള ഓണവിഭവം ഓണസദ്യയിൽ എന്ന് കൂടി കമന്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് 107 വിഭവങ്ങളുള്ള ഓണസദ്യ കൂടി കാണാം. ഇടുക്കി കാഞ്ചിയാറിലെ ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിലെ കുഞ്ഞുങ്ങളാണ് വിഭവ സമൃദ്ധമായ സദ്യയുടെ രുചി നുണഞ്ഞത്. കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ വീട്ടിൽ നിന്ന് ഓരോ വിഭവം പാകം ചെയ്ത് കൊണ്ടുവന്നാണ് വ്യത്യസ്തമായ ഓണസദ്യ ഒരുക്കിയത്. ഓണം എന്നാൽ ഓണസദ്യ തന്നെയാണ്. വിഭവ സമൃദ്ധമായ ഓണസദ്യ ഇല്ലാത്തൊരു ഓണത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അല്പം വെറൈറ്റി ആയാണ് ഓണസദ്യ മുന്നോട്ട് പോകുന്നത്. നമ്മളുള്ളത് കാഞ്ചിയാറിലെ ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിലാണ്. 107 വിഭവങ്ങളുള്ള വിഭവ സമൃദ്ധമായ സദ്യ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കിച്ചണിലാണ് നമ്മളുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ എന്തൊക്കെ കറികളാണ് നമുക്ക് പറയാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. സാധാരണ ഒരു തൂശനിടുമ്പോൾ നമ്മൾ ഉപ്പേരി, ശർക്കര വരട്ടി, പച്ചരി, കിച്ചിരി, ഓലൻ, അവിയൽ, തോരൻ അങ്ങനെയാണ് പോകാറ്. പക്ഷേ ഇതിനകത്ത് തന്നെ കുറേയധികം വെറൈറ്റി വിഭവങ്ങൾ ഉണ്ട് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. കുഞ്ഞുങ്ങളൊക്കെ സദ്യ കഴിക്കുന്ന തിരക്കിലാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ എന്ന്. വാവേ, വയറ് നിറഞ്ഞാ? നല്ല സദ്യ ആയിരുന്നോ? നല്ല സദ്യയായിരുന്നു അല്ലേ? മാവേലിയോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. ഹലോ മാവേലി, ഏതാ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലത്? എല്ലാം ഇഷ്ടപ്പെട്ടു. 107 വിഭവങ്ങളില്ലേ, ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ടതായിട്ട് പറയാൻ പറ്റുമോ? പറ്റില്ലേ? ഇതൊക്കെ ആരാ ഈ മീശയൊക്കെ വരച്ചു തന്നെ? ടീച്ചർ. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? കൊള്ളാമോ? വീട്ടിലെ സദ്യയാണോ ഇവിടുത്തെ സദ്യയാണോ ഇഷ്ടപ്പെട്ടത്? ഇവിടുത്തെയാണോ? അപ്പൊ ഇനി വീട്ടിൽ നിന്ന് സദ്യ വേണ്ടേ? അവിടുന്ന് വേണം. ഇതൊക്കെ വീട്ടിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നേ? വഴുതനങ്ങ മെഴുക്കുവരട്ടിയും വഴുതനങ്ങ തോരനും. അങ്ങനെ അതായത് ഈ സ്കൂളിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും വീട്ടുകളിൽ നിന്നും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. അങ്ങനെയാണ് ഈ 107 വിഭവങ്ങൾ ഇവിടേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഇവിടെയുള്ള അധ്യാപകരും മാതാപിതാക്കളും എല്ലാവരും ചേർന്ന് സഹകരിച്ചുകൊണ്ടുള്ള ഒരു മഹാസദ്യ തന്നെയാണ് കാഞ്ചിയാറിലെ ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുട്ടികളൊക്കെ കഴിച്ച് മടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ പായസമുണ്ട്. പായസം കൂടെ കഴിച്ച് വിവിധ തരത്തിലുള്ള പായസങ്ങളുണ്ട്. ആ പായസം കൂടി കഴിക്കുമ്പോഴാണ് ഈ വിഭവസമൃദ്ധമായ സദ്യ ഏതാണ്ടൊരു അവസാനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഐഡിയ കൊള്ളാം. വെറൈറ്റി ആയിട്ടുള്ളൊരു ഐഡിയ ആണ്, വെറൈറ്റി ആയിട്ടുള്ള ഒരു സദ്യയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വീടുകളിൽ നിന്നും ഓരോ ഐറ്റം അല്ലെങ്കിൽ 2 ഐറ്റം വെച്ച് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല എന്നാണ് അധ്യാപകരും പറയുന്നത്. എന്തായാലും കുട്ടികളെല്ലാം സന്തോഷത്തിലാണ്. ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ഒരു മഹാസദ്യയാണ് കാഞ്ചിയാർ ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിൽ നടന്നിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതി മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.